തൃത്താല ഫെസ്റ്റിൽ ആനപ്പുറത്ത് ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ ചിത്രങ്ങളുമായി ഘോഷയാത്ര. സോഷ്യൽ മീഡിയയിൽ വിമർശനം. തൃത്താല ഫെസ്റ്റ് മതപരിപാടിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി വി.ടി. ബൽറാം രംഗത്ത്. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിക്കുന്ന ഫെസ്റ്റിൽ വർഗീയ ചിന്തകൾക്ക് സ്ഥാനമില്ലെന്ന് കോൺഗ്രസ് നേതാവ്. കൊല്ലപ്പെട്ട ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ ചിത്രങ്ങളുമായി പാലക്കാട് ജില്ലയിലെ തൃത്താല ദേശോത്സവത്തിൽ ഘോഷയാത്ര നടത്തിയത് വിവാദമായി. ആന എഴുന്നള്ളത്തിലാണ് ഹമാസിന്റെ നേതാക്കളായ യഹിയ സിൻവറിന്റെയും ഇസ്മായിൽ ഹനിയ, ഹിസ്ബുല്ല നേതാവായ ഹസൻ നസ്രുല്ല എന്നിവരുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചത്. ഇസ്രായേലിനെതിരെ പോരാടുന്ന പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമായാണ് യുവാക്കൾ പ്ലക്കാർഡുകൾ ഉയർത്തിയതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. എന്നാൽ തൃശൂർ പൂരത്തിന് ശ്രീരാമന്റെ ഫോട്ടോയുള്ള തിടമ്പ് പ്രദർശിപ്പിച്ചപ്പോൾ വർഗീയതയെന്ന് വിശേഷിപ്പിച്ചവർ ഇതിനെ മതേതരത്വമായി വിലയിരുത്തുന്നത് ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ച തുടങ്ങി. അതേസമയം തൃത്താല ഫെസ്റ്റ് മതപരിപാടിയല്ലെന്നും ദേശോത്സവമായി സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും KPCC വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം പ്രതികരിച്ചു. ഇത്തവണത്തെ ഫെസ്റ്റിന് മന്ത്രി MP രാജേഷ്, MP അബ്ദുസമദ് സമദാനി, BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നിവരൊക്കെ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ടെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ബൽറാം വ്യക്തമാക്കി. ഇവർ ആശംസകൾ അർപ്പിച്ചതിന്റെ സപ്ലിമെന്റും അദ്ദേഹം പങ്കുവച്ചു. ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനെഴുന്നള്ളത്തിൽ ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ ചിത്രങ്ങളും ഇടം പിടിച്ചിരുന്നു. ഇതിനെതിരെ ഒരു വിഭാഗം വിദ്വേഷ പ്രചാരണവുമായി രംഗത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ബൽറാമിന്റെ പ്രതികരണം. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വാതന്ത്ര്യാഭിലാഷങ്ങൾക്കും ഒപ്പമാണ് സംഘികളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും. ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടും ഇതേ ദിശയിൽ തന്നെയാണ്. ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയമായി ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ വിഷയത്തെ മുസ്ലിം വിരുദ്ധ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്ന സംഘപരിവാറിന് കൃത്യമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനായി തൃത്താല എന്ന നാട് ഒരുമിച്ച് തന്നെ നിലയുറപ്പിക്കുമെന്ന് വി.ടി. ബൽറാം ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. യഹിയ സിൻവറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങൾ ആനപ്പുറത്തേറി ഉയർത്തിക്കാട്ടുന്ന യുവാക്കളുടെ ദൃശ്യങ്ങളാണ് വിവാദമായത്. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപട പവർ തെക്കേ ഭാഗം തുടങ്ങിയ തലക്കെട്ടോടെയാണ് ചിത്രങ്ങളടങ്ങിയ ബാനറുകൾ തയ്യാറാക്കിയത്. ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളടങ്ങിയ ബാനറുകളും ഉണ്ടായിരുന്നു. തൃത്താലയിൽ ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് നടന്ന ഘോഷയാത്രയിൽ 3000-ലധികം പേർ പങ്കെടുത്തു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. സിൻവറിന്റെയും ഹനിയുടെയും പോസ്റ്ററുകൾ കുട്ടികൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും ജനക്കൂട്ടം അവരെ ആർപ്പു വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രി MP രാജേഷ്, കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം എന്നിവരടക്കം ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ വിവാദത്തിൽ ഉറൂസ് ഫെസ്റ്റിവലിന്റെ സംഘാടകർ പ്രതികരിച്ചിട്ടില്ല. പലസ്തീൻ റാലികളുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നുവന്ന നിലപാടുകളുടെ തുടർച്ചയായിട്ടാണ് ഈ സംഭവത്തെയും വിലയിരുത്തപ്പെടുന്നത്. 2024 കേരള സർവകലാശാലയുടെ വാർഷിക യുവജനോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകിയത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു. കാരണം ഈ പദം പലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായും ഹമാസ് അത് ഉപയോഗിച്ചതുമായും ബന്ധപ്പെട്ടുള്ളതായിരുന്നു. എന്നാൽ പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ ഫെസ്റ്റിവലിന്റെ എല്ലാ പ്രമോഷണൽ മെറ്റീരിയലുകളിൽ നിന്നും ഈ പേര് നീക്കം ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഇത് കേരള സർവകലാശാല യുവജനോത്സവം എന്ന് പുനർനാമകരണം ചെയ്തു. ഈ വിധം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ അലയൊലികൾ കേരളീയ സമൂഹത്തിലും സജീവമാക്കി നിർത്തി രാഷ്ട്രീയം പറയുന്ന കാഴ്ചയാണ് തൃത്താല ഫെസ്റ്റിലും സംഭവിച്ചതെന്ന വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ കേരളീയ സമൂഹത്തിൽ യാതൊരുവിധ വർഗീയ ചേരിതിരിവിനും ഇടവരാതെ നോക്കുവാൻ നേതാക്കന്മാർ കക്ഷി രാഷ്ട്രീയം മറന്ന് രംഗത്ത് വരുന്നുവെന്നത് ആശ്വാസകരമാണെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നു.